കോപത്തിൽ വടികളിൽ രണ്ടാച്ചന്മാരെ, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, യുവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള അഖണ്ഡ പ്രാർത്ഥനയുടെ ആരംഭത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മുടെ ഈ അഖണ്ഡ പ്രാർത്ഥന വളരെ ചെറുതായി തോന്നാമെങ്കിലും ഇതിൽ നിന്ന് ഉയരുന്നതായ എനർജി, പോസിറ്റീവ് എനർജി സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ ഇടവകൾക്കും അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയോടുകൂടെ ദൈവാശ്രയ ബോധത്തോടെ ഇതിൽ പങ്കെടുക്കുന്നവർ പങ്കെടുക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ശബ്ദബാഹുല്യമായിരുന്നില്ല പരിശുദ്ധ പരമത്തിരുമേനിയുടെ പ്രാർത്ഥനയുടെ മുഖ്യ രാത്രിയാമങ്ങളിൽ ദൈവവുമായിട്ട് അഭുവുമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നാമം ആ ഒരു യത്നത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തെ ഈ അഖണ്ഡ പ്രാർത്ഥന അനുഗ്രഹവും ധന്യവുമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ നിന്ന് പ്രശ്നങ്ങളും ഭിന്നതകളും ഒക്കെ മാറിപ്പോകുന്നതിന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയേണ്ടതിനും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതിനും എല്ലാത്തിനും വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. രാഷ്ട്രത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി. ഈ അനുഗ്രഹമായ ഈ അഖണ്ഡ പ്രാർത്ഥന ക്രിസ്തുമാസത്തിനുവേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ ഇവിടെ നമ്മൾ ഒരു ഈ വർഷത്തെ അനുഗ്രഹമായ അഖണ്ഡ പ്രാർത്ഥന തുടങ്ങുമ്പോൾ സമർപ്പണമായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി, സർവ്വ അണ്ടകടാഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സോടെ, ഒത്തൊരുമയോടെ ഇതിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സഹോദര പൂരത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ശാന്തിയും അമരട്ടെ.
തോമസ് ഈപ്പൻ പരിമല രചിച്ച മണലാരണ്യത്തിലെ ആത്മീയ അനുഭവം. നീണ്ട 42 വർഷക്കാലം രാജസ്ഥാനിലെ പ്രവർത്തനങ്ങളിലായി ജോലിയിൽ ഏർപ്പെടുകയും അവിടെ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായ ആ അനുഭവങ്ങളെ കുറിച്ചു വച്ചിരിക്കുന്നതായ ലഘുബുക്ക് ഇപ്പോഴും മണലാരുണ്യത്തിൽ കൂടെ പോകണം. തുറക്കണ്ട അത് തന്നെയല്ലേ. വെളിയിൽ വന്നതുകൊണ്ട് ദൂരെ എല്ലാവരും കേൾക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. വളരെയധികം യുവാക്കന്മാർ പ്രായമായ 2-3 പേര് ഞാൻ കൂടെ ഒന്നിച്ച് പ്രാർത്ഥനയിലാണ്. ഞാൻ പ്രാർത്ഥന ആദ്യം ഞാൻ തന്നെ മുഴുവൻ ചൊല്ലി പൂർത്തിയാക്കേണ്ടി വന്നു. സാധാരണ പ്രാർത്ഥനകളെ ചൊല്ലി ഗൗമായും പോരാൻ വിശ്വസിച്ചായി നമ്മുടെ ഇടയിൽ പ്രാർത്ഥനയുടെ അനുഭവം എത്രമാത്രമുണ്ട് എന്നുള്ളത് അനുഭവം പങ്കുവച്ചു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ വ്യാപകമായി വരുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. മതഭ്രാന്ത് വളരെ തീവ്രമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് മനുഷ്യ സ്വാതന്ത്ര്യം, ആഹാരം, അഭിപ്രായം, ആവിഷ്കാരം, ആശയം ഇതിനെല്ലാം കരിയാളുകൾ വീണുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടില്ലാപ്പെട്ട് പോകരുതെന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. നമ്മുടെ പ്രതികരണം പ്രാർത്ഥനയിൽ കൂടി അതുകൊണ്ടാണല്ലോ ലോകം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടി നടന്നു എന്ന്. ഞാൻ ഒരു എക്യുമെനിക്കൽ സമ്മേളനത്തിന് പോയി. മിഷനെ കുറിച്ചുള്ള സമ്മേളനമായിരുന്നു അത്. ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സഭകളിലെയും മിഷൻ എടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. 1-2 പേര് പങ്കുവച്ച അനുഭവം, അവര് കുഗ്രാമങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഗ്രാമത്തിൽ ആദ്യം ചെയ്യുന്നത് ആ നാട്ടിൽ കൂടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, മൗനമായിട്ട് ചൊല്ലിക്കൊണ്ട്, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കുക. അവർ പറയുന്ന ആ പ്രവർത്തനം പൂർത്തിയാക്കി പോകുന്നതിനുണ്ട് ഒരാളെ എങ്കിലും അവർക്ക് ക്രിസ്തുവിൽ നേടാൻ കഴിയുന്നു. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ കൂടി അവരിങ്ങനെ വിളിച്ചുവിളിക്കുകയായി പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട്. അതിൽ ഞാൻ തിരുവേദിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത് ഭംഗിയായി നടന്നതിൽ ഏറെ സന്തോഷം. കൂടുതൽ ആൾക്കാർ വന്നോ വന്നിരിക്കുന്നുള്ളതില്ല. പ്രാർത്ഥന മുടങ്ങാതെ ഇത് നമ്മുടെ ആ സമയം തികയുന്ന സമയത്ത് മുടങ്ങാതെ ജീവിത പ്രാർത്ഥനയും പ്രാർത്ഥന ജീവിതവുമാക്കി പുണ്യാത്മാവിന്റെ മധ്യസ്ഥയിൽ നടത്തുന്നത് നിങ്ങളെ വായിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ വാക്ക് പറഞ്ഞു. പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് വലിയ പ്രാർത്ഥനയുടെ ആഴ്ചയാണ്. യുവജനങ്ങൾ ദിവസങ്ങളിലായി ഈ ആഴ്ചക്കാലം 44 മണിക്കൂറോളം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. ഇതാണ് പ്രസ്ഥാനത്തിന്റെ ശക്തി എന്ന് തന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് വൈകിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും ഭദ്രാസനത്തിലെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുമാണ്. ഓരോ ദിവസവും ക്രമമായി ആരെയും വലിയ നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ യുവജനങ്ങൾ തന്നെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതിന് ഒത്തിരി സന്തോഷമുണ്ട്. മറ്റൊരു പരിപാടിക്കാണെങ്കിൽ പല പ്രാവശ്യം വിളിച്ച് അത് ഈ എവിടെയും ചെയ്യുമെങ്കിൽ മാത്രമേ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എത്തിച്ചേരാറുള്ളൂ. എന്നാൽ ഇവിടെയുള്ള അരിപ്പരയിലെ പ്രാർത്ഥനയ്ക്ക് ധാരാളം യുവജനങ്ങൾ കൃത്യമായി ഓരോ പ്രഭാഷണത്തിലും എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് യുവ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതൊരു പ്രാർത്ഥനയുടെ ആഴ്ചയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനാവാരം ഉദ്ഘാടന ജീവനോടെ കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് മനസ്സുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ക്രമീകരണങ്ങളൊക്കെ നേതൃത്വം നൽകി തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യവും നേതൃത്വവും
ഈ പ്രസ്ഥാനത്തെ ശക്തീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അഭിനന്ദനം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും പ്രഖ്യാപനത്തോടും കൂടി പ്രസ്ഥാനങ്ങളിൽ നാം സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ എപ്പോഴും നമ്മോടൊപ്പമായിരുന്നത് നമ്മുടെ പ്രധാനാധിപനായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ മനസ്സുകൊണ്ടാണ്. തിരുമനസ് ഇവിടെ പരിപാടിയുടെ ചുമതലയുള്ള അമൃതാപുരത്താണ് യുവത പ്രസ്ഥാനത്തിന്റെയും പരിപാടികളുള്ള എല്ലാ പരിപാടികൾക്കും അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നു. പിതാവ് അനുഗ്രഹകരമായ ഈ സമ്മേളനം, ഈ പ്രാർത്ഥനാ വാരം ഉദ്ഘാടനം ചെയ്യുന്ന അഭിനന്ദ മനസ്സിനോടുള്ള ഭക്തിയാളോട് പ്രഭാതങ്ങൾ രേഖപ്പെടുത്തുന്നു. അഭിനന്ദനായ പരിപാടിയായിരിക്കുന്ന അതിനായ അംശീകരൻ മറ്റ് വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള സ്നേഹാനുഭവത്തിന്റെ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. വിവിധ പഠനാസനങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് ഭദ്രാസന സെക്രട്ടറിമാരായി പ്രതിനിധികളായിരിക്കുന്ന ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ശ്രീ അനിലേഷ്, നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മത്തായി വർഗീസ്, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ജോർജ് ജോർജ്, മറ്റ് ഭദ്രാസനങ്ങളിൽ നിന്ന് വന്ന കമ്മിറ്റികളുടെ ഭദ്രാസന ഭാരവാഹികൾ, എല്ലാത്തിനും ഉപരിയായി പ്രസ്ഥാനത്തിന്റെ പുതിയ പ്രസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോജി പി തോമസ്, മറ്റെല്ലാ പ്രവർത്തകരും എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുന്നു. പിന്നെ പ്രധാനമാരുടെ അനുഗ്രഹകരമായ സാന്നിധ്യവും നേതൃത്വവും ധൈര്യപ്പെടുത്തുന്നു, പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്നു. അതിന്റെ പ്രഭാഷണങ്ങളുടെ സ്നേഹാർത്ഥം അറിയിക്കുന്നു. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. തിരുമനസ്സും വേദഭാവം വായിച്ച് ആഗ്രഹിക്കുന്നു. നന്മ